വാശി പിടിച്ച് ഓലക്കുട വാങ്ങിയ ഗുരുവായൂരപ്പന്റെ കഥ അറിയാമോ? വർഷങ്ങൾക്ക് മുൻപ് ഗുരുവായൂരിന് അടുത്ത് ഒരു വലിയ തറവാട്ടിൽ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. ദിവസവും മുത്തശ്ശി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് തൊഴുക പതിവായിരുന്നു. രാവിലെ വന്നാൽ എല്ലാ പൂജയും കഴിഞ്ഞ് തിരിച്ചു പോകുള്ളൂ. അതുവരെ അവിടെ ഇരിക്കും. പതിവ് പോലെ ഭഗവാനെ തൊഴുത് ശീവേലി കാത്ത് ആ മുത്തശ്ശി തന്റെ ഓലക്കുട താഴെ വച്ച് അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നു. പെട്ടെന്ന് ഒരു ബാലൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടിവന്നു. കണ്ടാൽ ഓമനത്തം തുളുമ്പുന്ന കൊച്ചുകുട്ടി. ആ കുട്ടി മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, മുത്തശ്ശി, എന്താ ഇവിടെ എങ്ങനെ ഇരിക്കുന്നേ? അതെ, എനിക്ക് മുത്തശ്ശിയുടെ ഓലക്കുട വലിയ ഇഷ്ടമായി. ഈ കുട എനിക്ക് തരുവോ മുത്തശ്ശി? ഈ കുടയോ? ഇത് വലിയ കുട അല്ലേ? ഈ കുടയോളം പോലും ഇല്ലല്ലോ നീ. പിന്നെ എങ്ങനെ ഈ കുട പിടിക്കാ? അതൊക്കെ എനിക്ക് പറ്റും. എനിക്ക് കുട വേണം. ഞാൻ ഈ കുട തന്നാൽ എനിക്ക് പിന്നെ വേറെ കുട ഇല്ലല്ലോ. ഇനി എന്താ ചെയ്യാ? അങ്ങനെ പറഞ്ഞു തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഉണ്ണിയെ കാണുവാൻ ഇല്ല. അവിടെ നിന്നവരോടൊക്കെ മുത്തശ്ശി ഉണ്ണിയെ കണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ അവർ ആരും കണ്ടില്ല എന്ന് പറഞ്ഞു. മുത്തശ്ശിയുടെ മനസ്സിൽ ആ ഉണ്ണിയുടെ രൂപം അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ മുത്തശ്ശി ഇല്ലത്തേക്ക് മടങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെയും മുത്തശ്ശി ക്ഷേത്രത്തിൽ എത്തി പതിപോലെ തൊഴുതു പ്രാർത്ഥിച്ചു. കണ്ണൻ അർപ്പിക്കുവാനായി പട്ടും കദളിപ്പഴവും കൊടുത്തു. എന്നിട്ട് അവിടെ മാറിയിരുന്നു നാമം ജപിച്ചു. അപ്പോൾ അതാ വരുന്നു ആ ഉണ്ണി. പതുക്കെ ഓരോ കുസൃതിയൊക്കെ കാട്ടിവരുന്നു. ആ ഉണ്ണി പതുക്കെ ആ ഓലക്കുടയുടെ അടുത്ത് ചെന്ന് പമ്മി പമ്മി നിന്നു. എന്താ ഉണ്ണി, ഇന്നലെ പെട്ടെന്ന് പോയല്ലോ? ഉണ്ണി ഒറ്റക്കാണോ ഇതുവഴി നടക്കുന്നത്? അമ്മ എവിടെ? എന്റെ അമ്മയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. എനിക്ക് ഇവിടെ തനിയെ നടക്കാൻ പേടിയില്ല. അല്ല മുത്തശ്ശി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എനിക്ക് മുത്തശ്ശിയുടെ ആ ഓലക്കുട തരുമോ? എന്താ ഉണ്ണി, നിനക്ക് കുട ഇല്ലേ? ഇല്ല മുത്തശ്ശി, അതുകൊണ്ടല്ലേ ഞാൻ മുത്തശ്ശിയോട് ചോദിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടത് കുട്ടിക്കുടയാണ്, അല്ലാതെ വലിയ കുട അല്ല. ഉണ്ണി ചെന്ന് അമ്മയോട് പറയൂ ഒരു ചെറിയ കുട വാങ്ങി തരുവാൻ. ഇല്ല, എനിക്ക് അതൊന്നും പറ്റില്ല. എനിക്ക് ഈ കുട തന്നെ വേണം. ഹോ, ഈ കുട്ടിയുടെ ഒരു കാര്യം, എന്തൊരു വാശിയാണ് നിനക്ക്. അതും പറഞ്ഞു നോക്കിയപ്പോൾ വീണ്ടും ഉണ്ണിയെ കാണുവാൻ ഇല്ല. മുത്തശ്ശി അവിടെ എല്ലാം നോക്കി. എന്നാൽ ഉണ്ണിയെ കണ്ടില്ല. അന്നു മുഴുവൻ മുത്തശ്ശിക്ക് ഉണ്ണിയുടെ ഓർമ്മയായിരുന്നു. പിറ്റേന്ന് നല്ല മഴയുള്ള സമയം ഉണ്ണി മുത്തശ്ശിയുടെ അടുത്ത് എത്തി. ഒരു മഞ്ഞ പട്ടുമുണ്ടെല്ലാം എടുത്ത് കയ്യിൽ കദളിപ്പഴവും ഉണ്ട്. ഉണ്ണിയെ കണ്ട മുത്തശ്ശി പറഞ്ഞു, ഉണ്ണിയെ കാണുവാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് പട്ടും പഴവും മാത്രം തന്നാൽ പോരാ, എനിക്ക് ഓലക്കുടയും തരണം. മുത്തശ്ശി അതിശയിച്ച് ഉണ്ണിയെ നോക്കി. ശരിയാണ്, ഞാൻ ഭഗവാൻ സമർപ്പിച്ച പട്ട് ആണല്ലോ ഇത്. ഇനി മേൽശാന്തി എങ്ങാനും ഉണ്ണിക്ക് കൊടുത്തത് ആവും മുത്തശ്ശി കരുതി. ശിവേലിയുടെ സമയമായി. ഉണ്ണി അവിടെ നിന്നും ഓടിമറഞ്ഞു. ശിവേലിക്ക് ആനയെ എഴുന്നള്ളിച്ചു വരുന്നു. അതാ ആനപ്പുറത്ത് ഉണ്ണി ഇരിക്കുന്നു. മുത്തശ്ശിക്ക് തന്റെ കണ്ണുകൾ വിശ്വസിക്കാൻ ആവുന്നില്ല. ആനപ്പുറത്ത് ഇരിക്കുന്ന ഭഗവാൻ പിടിച്ചിരിക്കുന്ന ഓലക്കുടയിൽ ഓട്ടകൾ ഉണ്ട്. അതുവഴി ഭഗവാന്റെ മേലിലേക്ക് മഴവെള്ളം വീഴും. ഇത് കണ്ട മുത്തശ്ശിക്ക് സങ്കടമായി. ഭഗവാന്റെ ഓലക്കുട നാശമായിരിക്കുന്നു. അതിനാലാണ് ഉണ്ണിയായി തന്റെ മുന്നിൽ വന്ന് കുട ചോദിച്ചത് എന്ന് മനസ്സിലായി. അങ്ങനെ മുത്തശ്ശി കണ്ണന്റെ നടക്കിൽ കുട സമർപ്പിച്ചു.